പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദൃശ്യ മാധ്യമങ്ങളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കരളിലിരിപ്പിക്കുന്ന വാർത്തയാണ് വയനാട് ദുരന്തം വിതച്ച വാർത്ത. ആ വാർത്ത നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ വാർത്താ മാധ്യമ ചാനലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കാണുന്നത് കരളിരിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം നമുക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം നമുക്കും എന്തെങ്കിലും ചെയ്യാനൊന്നും സാധിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അണ്ണാൻകുഞ്ഞിനും തന്നാലായതുപോലെ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഡോൺവറി ന്യൂസിന് മറ്റ് ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഡോൺവറി ന്യൂസിന് ഇൻവെസ്റ്റ് ആയിട്ടില്ല. എന്നാൽ ഡോൺവറി ന്യൂസ് ഒരു കാര്യം തീരുമാനിച്ചത്, ഡോൺവറി ന്യൂസ് ഒരു പപ്പട ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിലെത്തുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായും കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്. കാരണം ഒരു പപ്പട ചലഞ്ച് നടത്തി വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം. നിങ്ങൾക്കും എന്നെ ഡോൺവറി ന്യൂസിനെ ഹെൽപ്പ് ചെയ്യാം. അത് പൂർണ്ണമായിട്ടും ഡോൺവറി ന്യൂസ് പറയുന്നു, എത്ര രൂപ അതിൽ നിന്ന് കിട്ടിയാലും അത് പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഡോൺവറി ന്യൂസ് എത്തിക്കും. ഇതിന് ആർക്ക് വേണമെങ്കിലും പങ്കാളികളാകാം. താല്പര്യമുള്ളവർ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സഹായം എത്തിക്കാം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ നമ്മുടെ കണ്ണിൽ കാണേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകാം. കാരണം നാളെ നമുക്കും ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെയും നമ്മൾ കാണേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെയും നമ്മളെയും സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ മുൻപിട്ടിറങ്ങുമെന്നുള്ളത് 100% എന്നെ സംബന്ധിച്ചിടത്ത് പറഞ്ഞാൽ അത് ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെയും സഹായിക്കണമെങ്കിൽ നമ്മളും ഇന്നാരെങ്കിലും സഹായിക്കണമെന്നുള്ള ഡോൺവറി ന്യൂസിന്റെ ആത്മാർത്ഥമായ ഒരു ചിന്തയിലൂടെയാണ് ഈ പപ്പട ചലഞ്ചുമായിട്ട് ഡോൺവറി ന്യൂസ് ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുവാൻ ശ്രമിക്കുക. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് പങ്കുവയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഡോൺവറി ന്യൂസ് കൃതജ്ഞനാണ്. ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യുവാൻ എന്നെ ഞാനാക്കിയ നിങ്ങളുടെ മുമ്പിൽ ഇത് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ആരുടെയും കണ്ണ് നനയിക്കുന്ന, ആരുടെയും കരളലിയിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വയ്യോളം നമ്മളിത് കാണുന്നു. എന്നാൽ എനിക്കും എന്തെങ്കിലും ചെയ്യണം, ആരെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയിലൂടെയാണ് ഈ പപ്പട ചലഞ്ച് ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇത് കഴിവതും ആൾക്കാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ എന്റെ ഡോൺവറി ന്യൂസും എല്ലാവരിലും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇതുപോലെയുള്ള ചികിത്സാ സഹായ പദ്ധതിക്ക് ആണ് ഡോൺവറി ന്യൂസ് കൊടുക്കുമെന്ന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ വേറൊരു മാർഗവും എന്റെ മുമ്പിൽ കാണാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ പപ്പട ചലഞ്ചുമായിട്ട് മുൻപോട്ട് വരുന്ന വേറൊരു വരുമാന മാർഗവും എനിക്ക് ഇന്ന് എന്റെ മുമ്പിൽ അവരെ സഹായിക്കുവാനോ ഒന്നും എന്റെ മുമ്പിൽ കാണാത്തതുകൊണ്ടാണ് ഈ പപ്പട ചലഞ്ചുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ എല്ലാവരിലും എത്തിക്കുക. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ജനങ്ങളിലേക്ക് ഇതെത്തിക്കുക. ഇതൊരു വിജയപ്രദമാക്കി തീർക്കണമെന്ന് എന്റെ ആജ്ഞയല്ല,
അപേക്ഷയായി മാത്രം കാണുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്, ഡോണ്ട് വെറി ന്യൂസ്.